Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the problem relating to sharing loss due to insolvency of a partner under two different bases. First one on the basis of their profit sharing ratio. Second one on the basis of their last agreed capital. Okay. Today we are going to discuss another problem relating to loss due to insolvency of a partner. A, B and C were in partnership, sharing profit and losses in the ratio of 3:2:1. The state of affairs as on dissolution of the firm was as follows. Balance sheet liability side, sundry creditors 60,000, A's loan 10,000, profit and loss account 6,000, A's capital 37,000, B's capital 18,000. Then asset side, fixed asset 70,000, stock and debtors 25,000, cash in hand 28,000, C's capital 8,000, balance sheet total 1,31,000. Then paragraph, the firm was dissolved on insolvency of C, whose private estate paid nothing. On dissolution, fixed asset realized rupees 65,000, stock and debtors realized rupees 18,000, and creditors were paid rupees 56,000 in full settlement. Realization expenses amounted to rupees 1,500 and unrecorded external liabilities paid 2,500. Close the accounts of the firm assuring first condition, partnership deed requires to share the loss due to insolvency in the profit sharing ratio. B, nothing about it is mentioned in the partnership deed. First we prepare realization account. First on the basis of profit sharing ratio on the basis of profit sharing ratio adile first realization account okay. First realization account debit credit particulars rupees നമ്മൾ അറിയാം realization account prepare ചെയ്യുമ്പോൾ ആദ്യം asset close ചെയ്ത് transfer ചെയ്യുക. Asset fixed asset 70,000, stock and debtors 25,000. then liability close ചെയ്ത് transfer ചെയ്യുക by creditors 60,000. അത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? asset realize ചെയ്യണം. fixed asset ഉണ്ട്, stock ഉണ്ട്, അത് realize ചെയ്യണം. അപ്പോൾ realize ചെയ്യുമ്പോൾ എന്താ ബൈ ക്യാഷ് എന്നോ ബാങ്ക് എന്നോ എഴുതുക. അപ്പോൾ ബൈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതിയിട്ട് ഫിക്സഡ് അസറ്റ് റിയലൈസ് ചെയ്തത് 65,000നും ഡെറ്റേഴ്സ് ആൻഡ് സ്റ്റോക്ക് റിയലൈസ് ചെയ്തത് 18,000. അങ്ങനെ ടോട്ടൽ ക്യാഷ് നമുക്ക് 83,000 റുപ്പീസ് ആണ് കളക്ട് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ദെൻ ലയബിലിറ്റീസ് പേ ചെയ്യുമ്പോൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് പേ ചെയ്ത് 56,000 ആണ്. ഓക്കെ, ദെൻ ഒരു റിയലൈസേഷൻ എക്സ്പെൻസസ് ഉണ്ടായിരുന്നു 1,500. ദെൻ ഒരു അൺറിക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടായിരുന്നു 2,500. അങ്ങനെ ടോട്ടൽ നമ്മൾ 60,000 റുപ്പീസ് പേ ചെയ്തു. Sundry creditors pay ചെയ്ത് 56,000, expenses 1,500, then unrecorded liability pay ചെയ്തത് 2,500. അങ്ങനെ ടോട്ടൽ 60,000. ഓക്കെ, then അക്കൗണ്ട് ബാലൻസ് ചെയ്യുക 1,55,000 ഡെബിറ്റ് സൈഡ് ആണ് ടോട്ടൽ. ഡെബിറ്റ് സൈഡ് എഴുതി അത് തന്നെ നമ്മൾ ടോട്ടൽ ടു സൈഡിലും എഴുതി. ഓക്കെ, അപ്പോൾ ഇത് 60,000ഉം 83,000ഉം 1,55,000 നിന്ന് മൈനസ് ചെയ്തപ്പോൾ 12,000 റുപ്പീസ് ആണ് ഡിഫറൻസ് കിട്ടിയത്. ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവും ആയതുകൊണ്ട് റിസൾട്ട് എന്തായിരിക്കും? റിയലൈസേഷൻ ലോസ് ആണ്. റിയലൈസേഷൻ ലോസ് കിട്ടിയ 12,000 ആണ്. അത് ഏത് പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്തു? 3:2:1 എന്നതാണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതിൽ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എ ഷെയർ ഓഫ് ലോസ് 6,000, ബി ഷെയർ എത്രയാണ്? 4,000, സി ഷെയർ 2,000. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുക റിയലൈസേഷൻ അക്കൗണ്ട്. നമുക്കിനി ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പാർട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് എ ബി സി 3 എമൗണ്ട് കോളം, ക്രെഡിറ്റിലും എ ബി സി 3 എമൗണ്ട് കോളം. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യം ക്യാപിറ്റൽ ബാലൻസ് ഓഫ് എ ആൻഡ് ബി ഷോസ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബൈ ബാലൻസ് ബ്രോഡ് ഔട്ട് 37,000 ആൻഡ് 18,000. സീസ് ക്യാപിറ്റൽ ബാലൻസ് ഷോസ് ഡെബിറ്റ് ബാലൻസ്. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ബ്രോഡ് ഔൺ ചെയ്ത് ടു ബാലൻസ് ബ്രോഡ് ഔട്ട് 8,000. ഓക്കെ, ദെൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ് ബൈ പി ആൻഡ് എൽ അക്കൗണ്ട്. ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തരുവാണെങ്കിൽ അത് ആർക്ക് അവകാശപ്പെട്ട? 3 പേർക്ക് അവകാശപ്പെട്ടതാണ്. അതായത് എല്ലാ പാർട്ട്നേഴ്സിനും അവകാശപ്പെട്ടതാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1 ആണ്. 6,000 രൂപയായിരുന്നു. അത് ഡിവൈഡ് ചെയ്തു 3:2:1 3,000, 2,000, 1,000. ഓക്കെ, എല്ലാവർക്കും കിട്ടും. ഇൻസോൾവെന്റ് പാർട്ട്ണർ ഉൾപ്പെടെ എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞ റിയലൈസേഷൻ ലോസ് ആണ് 6,000, 4,000, 2,000. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതാണ്. ആ അക്കൗണ്ട് ബാലൻസ് ആണ് ടു റിയലൈസേഷൻ ബ്രാക്കറ്റ് ലോസ് 6,000, 4,000, 2,000. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. സി ആണ് ഇവിടെ ഇൻസോൾവെന്റ്. സിയുടെ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 10,000 ഡെബിറ്റ് സൈഡ് ആണ് ടോട്ടൽ കൂടുതൽ. 10,000 ടു സൈഡിൽ എഴുതി. ഇവിടെ നോക്കിയാൽ 1,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വരും? 9,000 റുപ്പീസ് ആണ് ഡിഫറൻസ് വരിക.
അപ്പൊ ഈ ഡിഫറൻസ് ദാറ്റ് മീൻസ് ഡെഫിഷ്യൻസി ആണ്. ഈ ഡെഫിഷ്യൻസി എങ്ങനെ ബോണ്ട് ചെയ്യും? ആദ്യം നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് മെത്തേഡ് ആണ് അല്ലെ. ആ പ്രോഫിറ്റ് ഷെയറിംഗ് മെത്തേഡിൽ ഷെയർ ചെയ്യും. അപ്പം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആയിരുന്നു. ഇവിടെ ഇദ്ദേഹം പോയി, ഇനി ഇല്ല. അപ്പൊ ഇത് ഈ പ്രൊപ്പോർഷനിൽ ഷെയർ ചെയ്യണം. ദാറ്റ് മീൻസ് 3:2 ഷെയർ ചെയ്യുന്നു. അപ്പൊ 9,000 3:2 ഷെയർ ചെയ്യുമ്പോൾ 5,400 എയുടെ പോർഷനും ബിയുടെ പോർഷൻ 3,600 വരും. ഓക്കെ, അതിന്റെ എൻട്രി എന്തായിരിക്കും? നമ്മുടെ ഇൻസോൾവൻസിയുടെ പിന്നെ ഡെഫിഷ്യൻസി ബോണ്ട് ചെയ്യുമ്പോൾ ഉള്ള എൻട്രി എന്ന് പറയുന്നത് എന്താണ്? സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഇൻസോൾവെന്റ് പാർട്ട്ണർ ആണ്. Solvent partners capital account debtor to insolvent partners. A's capital account debtor, B's capital account debtor to C's capital. അപ്പോൾ to C's capital എയുടെ കോളത്തിൽ എയുടെ നേർക്കുള്ള ഫിഗർ അത് 5,400 എഴുതി, ബിയുടെ നേർക്കുള്ള 3,600 ബിയുടെ കോളത്തിൽ എഴുതി. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ആരുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക? എയുടെയും ബിയുടെയും അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. എയുടെ നോക്കിയേ, ഇവിടെ 37,000 പ്ലസ് 3,000 40,000 ആണ് ഹയർ എമൗണ്ട്. രണ്ടിടത്ത് എഴുതി. 6,000 5,400 കൂടി മൈനസ് ചെയ്യുമ്പോൾ 28,600 കിട്ടും. എത്രയാണ് ബാലൻസ് ചെയ്തത്? 28,600 ട്രാൻസ്ഫർ ടു ക്യാഷ് അക്കൗണ്ട്. അതുപോലെ ബിയുടെ നോക്കാം, 18,000 പ്ലസ് 2,000 20,000 അതാണ് ഹയർ എമൗണ്ട്. ടു സൈഡിൽ എഴുതി. 20,000 മൈനസ് എത്രയാണ്? 7,600. അപ്പോൾ 12,400 ആണ് അവിടുത്തെ അക്കൗണ്ട് ബാലൻസ്. ഇത് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റുന്നു? ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്. The last portion of the first part, the preparation of cash account. Okay, for cash balance given in the balance sheet 28,000. That means to balance brought down 28,000. അസറ്റ് റിയലൈസ് ചെയ്തത്, അതായത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബൈ ക്യാഷ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ടു റിയലൈസേഷൻ 83,000 റുപ്പീസ് നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്തത്. ദെൻ ബൈ റിയലൈസേഷൻ ലൈബിലിറ്റി പേ ഓഫ് ചെയ്തതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എഴുതിയിട്ടുണ്ടായിരുന്നു. സെയിം ഫിഗർ ആണ് 60,000. ദെൻ എസ് ലോൺ ഡയറക്ട്ലി പേ അല്ലെ, അവര് നമുക്ക് ഇവിടെ ഡയറക്ട്ലി ഗിവൺ ടു എ ആണ്. എന്താണ്? 10,000 റുപ്പീസ് എയുടെ ലോൺ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു. ദെൻ ഇത് രണ്ടെന്ന് പറയുന്ന ക്യാപിറ്റൽ ബാലൻസ് ആണ്. ക്യാപിറ്റൽ ബാലൻസ് ഓഫ് എ ആൻഡ് ബി ആണ്. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആണ് 28,600 12,400. അങ്ങനെ ക്യാഷ് ടാലി ആവുന്നു. 1,11,000 ആണ്. 1,11,000 നമ്മുടെ ക്യാഷ് എന്താണ്? ടാലി ആവണം, ഈക്വൽ ആവും. ഓക്കെ,